ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നീൻസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായിട്ടുള്ള നരസിംഹസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ജോഷിമഠ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബദ്രിനാഥ് പോണ വഴിക്ക് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് തന്നെ അവിടെ ഇറങ്ങിയിട്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. കേദാർനാഥ് മോഡലിലാണ് ഈ ഒരു ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നൽകാനായിട്ടുള്ള പ്രസാദവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ രുദ്രാക്ഷമാല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിലേക്ക് നേദിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു അരിയുണ്ട പോലെ പൊരിയ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉണ്ടയാണ്, അതാണ് പ്രസാദമായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ തുളസിമാല പോലെയുള്ള മാലകളും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. മലനിരകളുടെ മുകളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് കാണുമ്പോൾ കേദാർനാഥിൻ്റെ ഒരു മോഡലായിട്ട് തോന്നും. ഇതിൻ്റെ പരിസരത്തായിട്ട് ഇവിടുന്ന് കിട്ടുന്ന ലോക്കൽ ഫ്രൂട്ട്സും വിൽക്കുന്നുണ്ട്. ഈ ഫ്രൂട്ടും നമുക്കവിടെ പൂജയ്ക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പ്ലംസും ആപ്രിക്കോട്ടും ആണ് ഫ്രൂട്ട്സ്. പിന്നെ അരികിലായിട്ട് ഇങ്ങനെ ഒരുപാട് മാല, പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്സ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഷോപ്സാണ്. നല്ല വെയിലുള്ള ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെയിലൊക്കെ സഹിച്ചിട്ടും അവർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഈ ഒരു പൂവ് കണ്ടപ്പോൾ എനിക്ക് ബദ്രിനാഥ് ഫിലിമാണ് ഓർമ്മ വന്നത്. ആ ഫിലിമിൽ അല്ലു അർജുൻ തമന്നയും പോയി പറിക്കുന്ന പൂവില്ലേ, ആ പൂ പോലെയുള്ള പൂവ് തന്നെയാണ് ഇത്. ഇവിടെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ചെമ്പകമാണെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഈ വെച്ചിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഇവർ കൈകൊണ്ട് ഇങ്ങനെ തുന്നിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ മുതൽ വലിയ വലിയ ഷോൾ വരെ അവരിങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയാണുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ബദ്രിനാഥിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത്. തിരിച്ചു വരുന്ന ടൈമിൽ നമ്മൾ വേറെ റൂട്ടിലായിരിക്കും വരിക. അപ്പം നമുക്ക് ഇവിടെ കയറാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചുന്നി പതിവ് പോലെ പുറത്ത് കെട്ടിവെച്ചു. ഇതിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠ ഉള്ളത്. അവിടെ നമ്മൾ പുറത്തിറങ്ങി കുറച്ച് നടന്നു കേട്ടോ. നടന്നപ്പോൾ അവിടെയുള്ള വീടുകളാണിത്. കുഞ്ഞു കുഞ്ഞു വീടുകളാണുള്ളത്. ആ വീടിനോടൊക്കെ അനുബന്ധിച്ച് ഓരോ കുഞ്ഞു കുഞ്ഞു കടകളും ഉണ്ട്. കുറച്ച് റിമോട്ടായിട്ടുള്ളൊരു പ്രദേശം തന്നെയാണ് ജോഷിമഠ്. എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ് ജോഷിമഠ്. ഒരു പ്രാവശ്യം ഇവിടെ ഭൂമി വിണ്ടു കയറിയ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോഡ് ബ്ലോക്ക് വരുന്നത് ഈ ഒരു പ്രദേശത്തും കൂടിയാണ്. ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളിലും നമുക്ക് ഗൂഗിൾ പേ പോലെയുള്ള സേവനങ്ങൾ പക്ഷേ കാണാനായിട്ട് പറ്റും. ഇന്ത്യ ഇത്രത്തോളം ഡിജിറ്റൽ ആയത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാ കുഞ്ഞു കുഞ്ഞു കടകളിലും ഗൂഗിൾ പേ അവൈലബിൾ ആണ്. തട്ടുതട്ടായി തിരിച്ചിട്ടുള്ള ഭൂമിയുടെ മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്. നല്ല രസമാണ് കാണാൻ ഇവിടെയുള്ള വീടുകൾ. പിന്നെ ഷോപ്സിലും നമ്മൾ അവിടെ കിട്ടുന്ന ഒരു പിടി എല്ലാ ഐറ്റംസും അവൈലബിളും ആണ്. ജ്യൂസ് ആണെങ്കിലും പിന്നെ ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഈ ഒരു ടൈപ്പാണ് കിട്ടുക. നംകീൻ ടൈപ്പ് സ്നാക്സ് ഒക്കെയാണ് ഇവിടെ അധികവും കിട്ടുക. നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റാണ് ഇവിടെ എപ്പോഴും. നല്ല വെയിലാണെങ്കിൽ ഒരു ചെറിയ തണുപ്പും ഒക്കെ ഉള്ളൊരു ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ബദ്രിനാഥിലേക്ക്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.